ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എന്നാ പിന്നെ സന്തോഷോടെ അതെടുത്ത് കൊടുക്ക സാറിന്. ജോൺ സാറ് മനസ്സുകൊണ്ട് കൂടി ഒന്ന് ആഹ്ലാദവാനാകട്ടെ. എടുത്തു കൊടുക്ക. അപ്പൊ ജോൺ സാറേ, ഓരോന്നുകൂടെ ഒഴിച്ചാലോ? അയ്യോ വേണ്ട വേണ്ട, ഇന്നത്തേക്ക് ഇനി എടുക്കണ്ട. സാറേ വേണ്ടല്ലോ. ഏയ് വേണ്ട വേണ്ട വേണ്ട. ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി എന്റെ അധികാര പരിധിയിൽ വരാവുന്ന എന്ത് സഹായവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മറ്റുള്ളവരെ ഇതുപോലെ സഹായിക്കാൻ രണ്ടും കൽപ്പിച്ച് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ. ഇതുവരെ കാണാത്ത വണ്ടികളൊക്കെ ആണല്ലോ. ഏത് ഊളയാണോ? ഫാമിലി ആയിട്ട് മലേഷ്യയിലേക്ക് ഒരു ട്രിപ്പ് കൂടി പ്ലാൻ ചെയ്തോളൂ. ജോൺ സാറിനെ പോലെ സിൻസിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ നമുക്കങ്ങനെ മാറ്റി നിർത്താനാവില്ലല്ലോ. എന്റെ ആത്മാർത്ഥത വീണ്ടും വീണ്ടും നിങ്ങളെ കൂട്ടുകയാണേ. ആ കൊള്ളാം. ക്രൂരതകൾ കാണിക്കാൻ വേണ്ടി മാത്രം ജീവിക്കണോ നിങ്ങള്? പാവ ശാലിനി മേഡത്തെ വീഴ്ത്തി കളഞ്ഞല്ല. ജഗദീപേ, ഉപേന്ദ്രന്റെ മരം വെട്ടി മുറിക്കൽ കേസും ഇതും ഏതാണ്ടൊക്കെ ഒരുപോലെ തന്നെ. തടസ്സം നിൽക്കുന്നവനൊക്കെ വെട്ടി മാറ്റിക്കൊണ്ടേ മുമ്പോട്ട് പോകാൻ പറ്റൂ. ശാലിനി ഒരു തടസ്സമായിരുന്നു, അതുകൊണ്ട് അത് കടക്കിലെ അങ്ങ് വെട്ടി. അല്ലെങ്കിൽ നല്ല ചെയ്യുന്നവരാരെയും നിങ്ങളിവിടെ വെച്ച് വാഴിക്കത്തില്ലല്ലോ. പക്ഷെ ഇതെല്ലാം ഒരിക്കൽ പിടിക്കപ്പെടും. അന്ന് ഈ ഒത്തൊരുമയും സൗഹൃദ കൂട്ടായ്മയൊക്കെ കണ്ടാ മതി കേട്ടാ. ചിറ്റപ്പ വേണ്ട. ജഗദീപേ, നീ തിന്നുന്ന ചോറ് ഇവിടെ, കൂർ അവിടെ അല്ലേ? അവളുടെ വേദാന്തം വിളമ്പി എന്റെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഇറങ്ങിക്കോണോ ഇവിടുന്ന്. ഇവിടെ നിൽക്കുമ്പോ ഞങ്ങൾ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി നിന്നോളണം. ഇനി ഇതുപോലെ ശബ്ദം ഉയർത്തിയാ നീ വിവരം അറിയും. ജോൺ സാർ, സോറി. നല്ലൊരു ഫംഗ്ഷൻ നടക്കുന്ന വേദിയിലേക്ക് ഒരു തെരുവുനായ വന്നു എന്ന് വിചാരിക്കാം നമ്മള്. എന്തായിരിക്കും സംഭവിക്ക? അങ്ങനെ മാത്രം ഇതിനെ കണ്ടാ മതി. എന്നാ പിന്നെ ഞാനിറങ്ങാം. ഞാനും. ഇനിയുള്ള നീക്കങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ നടത്തും, നടത്തി കാണിക്കും. വിരലിലെണ്ണാവുന്ന ദിവസത്തിനുള്ളിൽ നമ്മളത് നടത്തിയിരിക്കും. ഉറപ്പ്. ആ എന്നാ പിന്നെ വഹിക്കുന്നില്ല. ഓക്കെ സാർ. ഓക്കെ. എടീ സുസ്മിതേ, നീ എന്നെ തെരുവുനായാക്കി കളഞ്ഞല്ലേ. പക്ഷെ ഈ തെരുവുനായ്ക്ക് ചില സമയത്ത് പേളകും. അത് സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം.